മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ മൈക്കിന് ഒരു കേടുപാടുണ്ടാകുന്നു. അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മൈക്കും അതുപോലെ തന്നെ ബാക്കി ഈ ജീവനോപാധിയായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം പിടിച്ചു വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയൊരു വാർത്തയായിരുന്നു. അധികാരം മാറി ഭരണം വളരെ സന്തോഷം തോന്നുന്നു. പുതിയ നല്ലൊരു മുഖ്യമന്ത്രി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? അതിനുശേഷം വേട്ടയാടലുണ്ടായിരുന്നു. CPM-ൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് നല്ല വേട്ടയാടലായിരുന്നു. അവരെൻ്റെ ഫേസ്ബുക്കിലും എല്ലാം കയറി ചെന്ന് ഭയങ്കര തെറിവിളിയെല്ലാം ആയിരുന്നു. അന്ന് ശരിക്കും പോലീസുകാർ നിങ്ങളുടെ മൈക്കും എല്ലാം പിടിച്ചുകൊണ്ട് വെച്ചിരുന്ന പരിപാടിക്ക് വെച്ചിരുന്നതെല്ലാം പിടിച്ചെടുത്തു. പിറ്റേ ദിവസം അങ്ങനെ നമ്മൾ ചെയ്യാത്ത ഇതിനാണ് അവർ കയറുന്നത്. നമ്മൾ ചെയ്യാത്ത തെറ്റാണിത്. അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല, അല്ലാതെ പരിപാടിക്കിടയിൽ ആ തിരക്കിലും സംഭവിച്ചതാണ് എന്ന് പറയാനാണ്. ഇതിൻ്റെ മൈക്കിൻ്റെ തന്നെ ഞാനാ ഉത്തരവാദി. മൈക്കിൻ്റെ അടുത്ത് നിന്ന് പറയണമെന്നാണ് ചങ്ങായി പറയുന്നത്. ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാളോട് വിശദീകരിക്കുന്ന പോലെയാണ് വിശദീകരണം. ഇതെന്തായാലും ഇതെല്ലാം കുറേ സാധനമുണ്ട്, പക്ഷെ അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല ശരിയായിട്ട് ശാസ്ത്രീയമായിട്ട്. ഈ മൈക്ക് ചെറിയതല്ല പ്രശ്നം. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ്. കുറേ ഉപകരണം വാരി വലിച്ചു കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യമില്ല. ആളുകൾക്ക് സംവേദിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മൈക്ക് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യാൻ അറിയണം. അത് കൈകാര്യം ചെയ്യാൻ അറിയുമ്പോൾ ആൾ ആടന്നിടുന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കറിയാം ഇത് ശബ്ദമില്ല എന്ന് പറയുമ്പോൾ ഉടനെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ട് വന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞോളാം എന്നാണ്. ഇതാ ഞാൻ പറഞ്ഞത് കാര്യം. ഇതിനെപ്പറ്റി നല്ല ധാരണ വേണം. വേറെ സാധനം ഉണ്ടായിട്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗമായിരുന്നു. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ മൈക്കിലൊരു ഹൗളിംഗ് വരുന്നു. പിന്നീട് അത് പൊതുവെ എല്ലായിടത്തും പ്രശ്നമുണ്ട്. പക്ഷേ എൻ്റെ പേരിൽ മാത്രമാണ് കേസെടുത്ത്. പുള്ളി ഈ ഒരു മാസം മുമ്പ് ഇലക്ഷന് പ്രസംഗിച്ച് അവിടുത്തെ വരെ മൈക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. ആദ്യം കംപ്ലൈൻ്റ് ആയ താങ്കൾക്കെതിരെ മാത്രമാണ് കേസെടുത്തത്? എനിക്കെതിരെ മാത്രമാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അന്ന് നേരിടേണ്ടി വന്നത്? അന്ന് ഒരു പോലീസ് നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്ത് അന്ന് അവിടെ വച്ചിരുന്ന സാധനങ്ങൾ പിടിച്ചെടുത്തു. പിന്നെ ഇത് ഇവർക്ക് നാണക്കേടായെന്നറിഞ്ഞതോടെ കേസ് പിൻവലിക്കുകയും കോടതിയിൽ നിന്ന് ഉത്തരവ് നമുക്ക് സാധനങ്ങൾ തിരിച്ചു കിട്ടുകയും ചെയ്തു. ശേഷം ആരെങ്കിലും ബന്ധപ്പെടാനോ ക്ഷമിക്കണം എന്ന് പറയോ അങ്ങനെ ആരെങ്കിലും? ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ തോൽവിക്ക് കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഇതുപോലെ ഈ മൈക്ക് ഓപ്പറേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്കെതിരെയുള്ള ഒരു ദ്രോഹ നടപടികൾക്കെതിരെയുള്ള ജനവിധിയാണെന്ന് കരുതുന്നു. അതെ ഒരുപാട് പേർക്ക് ഇതുപോലെ ദ്രോഹങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ട്.